വിശ്വസിച്ചു കൂടെ നിന്ന സുഹൃത്തിൽ നിന്നും നേരിടേണ്ടി വന്ന ക്രൂരമായ സൈബർ ആക്രമണത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തി നടൻ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ ഭാര്യ ബസന്തി രംഗത്ത് വന്നിരുന്നു. മഞ്ജു വാര്യരെ പിന്തുണച്ച് ഭർത്താവ് പങ്കുവച്ച കുറിപ്പിന് താഴെ നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്ന് തുടങ്ങുന്ന വധഭീഷണിയും മറ്റും അയച്ച ഫേക്ക് ഐഡിക്ക് പിന്നിൽ ആരാണ് എന്നാണിപ്പോൾ ബസന്തി തന്റെ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. തന്റെ സുഹൃത്തായ ഒരു വനിതാ ഡോക്ടറാണെന്ന് പോലീസ് കണ്ടെത്തിയതായി ബസന്തി അറിയിച്ചു. ഇത് ഞെട്ടിക്കുന്നതാണെന്നും ബസന്തി പറഞ്ഞു. സൈബർ സെൽ നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് കോഴിക്കോട്ടെ ആയുർവേദ കോസ്മറ്റോളജി ഡോക്ടറും ഭർത്താവും ചേർന്നാണ് ഈ സൈബർ കൊട്ടേഷൻ നടപ്പിലാക്കിയതെന്ന് ബസന്തി പറഞ്ഞു. പലതവണ പല രീതിയിൽ താൻ അവരെ സഹായിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുൾപ്പെടെ അവർക്കൊപ്പം നിന്നു. അങ്ങനെയുള്ള അവർ എന്നോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് കരുതിയില്ല എന്നും കേട്ടപ്പോൾ ഞെട്ടിപ്പോയെന്നും ബസന്തി പറയുന്നു. തന്റെ സുഹൃത്ത് നിത്യാദാസിനൊപ്പമുള്ള ചിത്രത്തിന് താഴെ വളരെ മോശമായി കമന്റ് വന്നിരുന്നു. അതിന്റെ ലിങ്കും വിവരങ്ങളുമെല്ലാം ചേർന്ന് കോഴിക്കോട് സൈബർ സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. ഇന്നലെ ആളെ മനസ്സിലായി. വളരെ വിഷമം തോന്നിയ ഒരു ന്യൂസായിരുന്നു. കോഴിക്കോട് കോസ്മറ്റോളജി ആയുർവേദ ഡോക്ടറായിട്ടിരുന്ന എൻ്റെ സുഹൃത്തായ ഒരു വനിതയുണ്ട്. അവർ ഇപ്പോൾ രണ്ടാമത് കല്യാണം കഴിച്ചു എന്ന് പറയുന്നു. അവരുടെ ഭർത്താവും മറ്റ് 2 പേരും കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്, ബസന്തി പറയുന്നു. താനെന്നും പറയുന്നത് പോലെ ഇപ്പോഴും പറയുന്നു, സ്ത്രീകളെ വിശ്വസിക്കാൻ പാടില്ല. സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് എനിക്ക് പണി കിട്ടിയിട്ടുള്ളത്. ഈ ഡോക്ടറുടെ പ്രോഡക്ട്സ് ഉപയോഗിച്ച് ചില ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന പരാതിയിൽ കേസുകളും കാര്യങ്ങളും ഒക്കെ ആയപ്പോൾ ഞാൻ അവരുമായുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കിയിരുന്നു. ഒരു ഡോക്ടർ ആകണമെന്നില്ല. ഒരു സാമാന്യ ബോധമുള്ള ആൾ ചെയ്യുന്ന പരിപാടിയാണോ ഈ തെറിവിളിയൊക്കെ? ഇനി ഏതായാലും നാളെ സ്റ്റേഷനിൽ ചെല്ലണം. അവർ കുറ്റം സമ്മതിച്ചു എന്നാണ് അറിയുന്നത്. സ്ത്രീകളെ വിശ്വസിക്കരുതെന്ന് താൻ പറയാൻ കാരണം ഇതാണെന്ന് കൂടി കൂട്ടിച്ചേർത്താണ് ബസന്തി തന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നത്. ആണുങ്ങളെ വിശ്വസിക്കാം, പക്ഷേ പെണ്ണുങ്ങളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് നേരത്തെ ബസന്തി ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. ജയചന്ദ്രൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തനിക്ക് ഉറപ്പാണെന്നും തങ്ങൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും ബസന്തി പറഞ്ഞിരുന്നു. രാഹുൽ ഈശ്വറിന്റെ നേതൃത്വത്തിൽ മെൻസ് അസോസിയേഷൻ നടത്തിയ പത്രസമ്മേളനത്തിലായിരുന്നു ബസന്തി അന്ന് പ്രതികരിച്ചത്. സത്യം പറഞ്ഞാൽ ഞാനും ഒരു അതിജീവിതയാണ്. പെട്ടെന്ന് ഒരു ദിവസം ഉറക്കത്തിൽ അടി കിട്ടിയതുപോലെ ഈ കേസ് വന്നപ്പോൾ ജയേട്ടന്റെ കൂടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒന്നുമില്ല. ഞാനാണെങ്കിലും കൂടെ നടക്കുന്നുണ്ടെങ്കിലും പുറം ലോകവുമായി ബന്ധങ്ങളൊന്നുമില്ലാത്ത ആളാണ്. എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ആണുങ്ങളെ വിശ്വസിക്കാം, പെണ്ണുങ്ങളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കുറച്ച് സ്ത്രീകളെ, ബസന്തി പറയുന്നു. കുറച്ച് സുഹൃത്തുക്കളൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീകളെ ഒരിക്കലും വിശ്വസിക്കരുത് എന്നാണ് ഈ കേസിൽ നിന്നും ഞാൻ പഠിച്ച പാഠം. സ്ത്രീത്വം എന്ന വാക്ക് ഉച്ചരിക്കാൻ പോലും യോഗ്യതയില്ലാത്തവരാണ് കമന്റിൽ വരുന്ന തെറികൾ ശ്രദ്ധിക്കണം. മഞ്ജു ചേച്ചിയെ പിന്തുണച്ച സംഭവത്തിൽ അവരാണ് ചീത്ത വിളിച്ചത്. ഞാൻ മാന്യമായിട്ടായിരുന്നു സംസാരിച്ചത്.